അവിടെ വെക്കല്ലേ? ആ തലാണി നേരെ വെക്ക്, തലാണി നേരെ വെക്ക്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാട്ടോ എത്തിയിട്ടുള്ളത്. അപ്പം ഇന്ന് ഒരു ചിക്കൻ മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് റേഷനരി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഒന്ന് വെറൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ സെല്ല റൈസൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ പിന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കുക. അപ്പോൾ ഞാനൊന്ന് ഊറ്റി വെക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ചിക്കൻ എടുത്തിട്ട് ഞാൻ മസാല തേക്കുന്നുണ്ട്. അതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ സ്റ്റോക്ക്, തൈര്, ഉപ്പ്, കുരുമുളക് പൊടി, കളറ്, ഇതൊക്കെ ഞാൻ ചേർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിൽ മസാല തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക, അല്ലെങ്കിൽ പുറത്തായാലും മതി. അങ്ങനെ നന്നായിട്ട് തേച്ചു അത് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ക്യാമറ ഷെയ്ക്കാവുന്നുണ്ടെങ്കിൽ എൻ്റെ ഒക്കത്തൊരാളുണ്ട്, അതുകൊണ്ടാട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 2 ഉള്ളി ചേർക്കുന്നുണ്ട്. പിന്നീട് ഒരു 3 തക്കാളി, ഒരുപാട് വേണ്ട. പിന്നെ കുറച്ച് മല്ലിയില, ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിൻ്റെ കൂടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 3 പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാത്ത തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊടികളായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചേർക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഓൾറെഡി നമ്മൾ ചിക്കനിൽ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, മസാല തേച്ച് വെച്ച ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിക്കാം. അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും വേവിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് കുക്കായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുമ്പ് തന്നെ നമുക്ക് റൈസ് വേവിച്ച് വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി റേഷനരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതൊരു 80% വേവിച്ചതാണ്. ആ ചോറ് വേവിക്കുന്ന സമയത്ത് ഞാൻ കുരുമുളക്, പട്ട, ഉണക്ക നാരങ്ങ ഇതൊക്കെ ഇട്ട് കൊടുത്തിന് കേട്ടോ. ചോറിനൊരു ഫ്ലേവർ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ചിക്കൻ്റെ മുകളിൽ ഞാൻ വേവിച്ച് വെച്ച ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചോറിൻ്റെ കൂടെ ഗരം മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം ഞാൻ കുറച്ച് കളർ ആഡ് ചെയ്യുന്നുണ്ട്. കളർ ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കുട്ടികൾക്ക് കൊടുക്കാനുള്ള ആണെങ്കിൽ കഴിയുന്നതും കളറ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ടും ഉണ്ട്. അങ്ങനെ റെഡും യെല്ലോ കളറും ആഡ് ചെയ്ത്, പിന്നെ കുറച്ച് ചിരട്ടക്കണ്ണൽ എടുത്തിട്ട് കുറച്ച് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അതും വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലും ചേർത്തിട്ട് നന്നായി മൂടി വെച്ചു. ഇത് കഴിയുന്നതും 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കുക കേട്ടോ. കാരണം ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് റൈസിലേക്ക് കിട്ടാനും സ്മോക്കി ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ്. ചോറ് മൂടി വെക്കുമ്പോൾ ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ആ മൂടിയുടെ മുകളിൽ വെയിറ്റോ വെക്കണം കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൂടെ വന്ന് നോക്കും, ഒരു 2-3 തവണ വന്ന് നോക്കും എന്താ ഉണ്ടാക്കുന്നത്. പിന്നെ എൻ്റെ ചുറ്റുപറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ് മിക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിക്കൻ ഇല്ലയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാനും ആന്നൊക്കെ പറഞ്ഞു.
പിന്നെ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ, കുട്ടികളെ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ അരിക്കില്ലെങ്കിൽ, അതായത് ബിരിയാണി റൈസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ചിക്കൻ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ചിക്കൻ അല്ല മീനാണെങ്കിലും എന്തെങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ചിലപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതേപോലെ ഒരു റെസിപ്പി ആയിരുന്നു ഇത്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം കുട്ടിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ചെറിയ മോള് ഇപ്പോൾ ചോറൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് ഞാൻ കുറച്ച് കൊടുത്തിരുന്നു. ആൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, വീണ്ടും വീണ്ടും കഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ കുറച്ച് എരിവൊക്കെ ഉണ്ട്. സോ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.